സത്യം പറഞ്ഞാലേ ഇന്ന് ലീവ് എടുത്തത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ടുമില്ല. ഇത് രാത്രി വന്നിട്ട് ഇരുന്നതാണ് കേട്ടോ. ലീവ് എടുത്തെങ്കിലും രാവിലെ 7 മണി തൊട്ട് ഇന്ന് ഓഫീസിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കല്യാണമാണ്. ഇതാ എൻ്റെ മീശപ്പാപ്പൻ, ഇതാ എൻ്റെ അച്ഛൻ. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ പണിയുണ്ട്, അമ്മയ്ക്ക് ലീവാക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ അമ്മമാരെല്ലാവരും ഉണ്ട്. വല്യമ്മമാരും അമ്മായിമാരും അങ്ങനെ എല്ലാവരെയും കണ്ടു കേട്ടോ. മുഴുവൻ വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെ കല്യാണമാണ്, മോളെ കല്യാണമായിരുന്നു. അനിയത്തിക്കുട്ടീൻ്റെയാണ് കല്യാണം. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓഫീസിൽ നിന്ന് ചെന്നപ്പോഴത്തേക്കും കല്യാണവും കെട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ട് കഴിഞ്ഞിടത്തിലേക്ക് ഞാൻ സമയമായപ്പോഴാട്ടോ ഞാൻ എത്തിയത്. സത്യം പറഞ്ഞാൽ ഞാനൊരു 12 മണി ആവാനായി കല്യാണ വീട്ടിലെത്തിയപ്പം. കെട്ടെല്ലാം കഴിഞ്ഞെങ്കിലും ഫോട്ടോഷൂട്ടൊന്നും മറന്നില്ല കേട്ടോ. അങ്ങനെ ചെന്ന് കുറച്ച് നേരം അതിലേക്ക് ഒന്ന് നിന്നു. പിന്നെ പ്രധാനമായിട്ടും ഫോട്ടോയിൽ നിന്ന് കൊടുത്താൽ നമ്മളവിടെ വന്നു എന്ന് ഉറപ്പായല്ലോ. അങ്ങനെ ഫോട്ടോയിൽ നിന്ന് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ വേണമല്ലോ, അത് എവിടെ പോയാലും നിർബന്ധമാണല്ലോ. അപ്പോൾ പിന്നെ അതും ഞാൻ മെല്ലെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് സമയമില്ലാത്ത സമയത്ത് എടുത്താണ് കേട്ടത്. പിന്നെ ഞാൻ നേരെ പോന്നു. എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നും കുറേശ്ശെയൊക്കെ നമ്മളിങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ നോക്കാറുണ്ട്. പറ്റുന്ന പോലെയൊക്കെ തീർത്തും ടച്ച് വിട്ട് പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിയുന്ന പോലെയൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. പക്ഷേ താമരശ്ശേരി ആയിരുന്നു കേട്ടോ എനിക്ക് സെൻറ്റർ കിട്ടിയത്. ദൈവം സഹായിച്ചിട്ട് ജീവനോടെ തിരിച്ചെത്തിയെന്ന് പറയാം. താമരശ്ശേരി മുതൽ ഓമശ്ശേരി വരെ തന്നെ ഭയങ്കര ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ റോഡ്. എൻ്റെ അമ്മേ, എന്താ പറയുക, ജീവൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു എന്ന് പറയണം. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ആദ്യക്കുട്ടനിന്ന് കോച്ചിങ് ഉണ്ടായിരുന്നു. 3 മണി ആയപ്പോഴത്തേക്കും കോച്ചിങ്ങിനൊക്കെ ആദ്യക്കുട്ടനെ അച്ഛനാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഞാൻ പരീക്ഷ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ സമയം 6 മണി 6:30 ആയി. ആദ്യക്കുട്ടനെയും കൂട്ടി. അപ്പോഴത്തേക്കും ആദ്യക്കുട്ടന് വിശന്നിട്ട് വയ്യത് കേട്ടോ. ആദ്യക്കുട്ടന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് കടയെല്ലാം കയറി ഇറങ്ങി. പക്ഷേ ബിരിയാണി കിട്ടിയില്ല. അവസാനം നൂഡിൽസാണ് ഉള്ളത് കേട്ടോ. കൂടരഞ്ഞിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ ബിരിയാണി ഒന്നും കിട്ടാനില്ല കേട്ടോ. അങ്ങനെ പിന്നെ നൂഡിൽസൊക്കെ വാങ്ങിക്കൊടുത്തു, ഒരു മുട്ടയൊക്കെ വാങ്ങിക്കൊടുത്തു. അതിന് സന്തോഷമായി. ഞങ്ങൾ തിരിച്ച് നമ്മളെ വീടിൻ്റെ അടുത്ത് പോയി. നമ്മളെ താഴത്തെ വീടിൻ്റെ അടുത്തുള്ള സിന്ധു ചേച്ചി മോളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. താഴത്തമ്മേൻ്റെ അമ്പൽ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് കുറേ നേരം മിഠായിയൊക്കെ പൊട്ടിച്ചിട്ടാട്ടോ കയറി വന്നത്. അത് കഴിഞ്ഞിട്ട് അമ്പൽ ചേച്ചീൻ്റെ സാരി എടുത്ത് അടുത്ത ഡാൻസിനുള്ള പ്രാക്ടീസ് ആണ് കേട്ടോ.